ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റ് നോർത്ത് കേരള സെക്ഷൻ ഡിവൈൻ മെസ്സഞ്ചറിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം എല്ലാവരെയും കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൻ്റെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സങ്കീർത്തന പുസ്തകം, അതിൻ്റെ 15ാം സങ്കീർത്തനം. നമുക്കറിയാം, ഏറ്റവും ചെറിയ ഒരു സങ്കീർത്തനമാണ്. ഏകദേശം 5 വാക്യങ്ങൾ മാത്രമാണ് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്നതും വളരെ ചിന്തനീയവുമായിരിക്കുന്നതായ ഒരു വേദ ഭാഗമാണ് ഈ സങ്കീർത്തനം നമുക്ക് കാണുവാൻ കഴിയും. ഈ സങ്കീർത്തനം തുടങ്ങുന്നത് യഹോവേ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും എന്ന് തുടങ്ങി 5ാമത്തെ വാക്യം ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് രേഖപ്പെടുത്തി. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതപ്പെടുന്നത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അത് ഏദോമിനായ ഓബേദ്-ഏദോമിൻ്റെ ഭവനത്തിൽ ഇരിക്കുന്ന സമയത്ത് അത് ദാവീദ് ആ പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം പോകുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന അവസരത്തിൽ ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമാണ് എന്ന് വിദഗ്ധന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഓബേദ്-ഏദോമിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഇരുന്നപ്പോൾ ഓബേദ്-ഏദോമിൻ്റെ കുടുംബത്തെ അവനുള്ളതൊക്കെ എന്ത് ചെയ്തു? ദൈവം അനുഗ്രഹിച്ചുവെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവരുന്നതായ അവസരത്തിൽ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു വേദഭാഗമാണ്, അല്ലെങ്കിൽ സങ്കീർത്തനമാണ്, അല്ലെങ്കിൽ പാടിയതായിട്ടുള്ളതായ ഒരു സങ്കീർത്തനമാണ് ഈ 15ാം സങ്കീർത്തനം. അപ്പോൾ ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൂടാരത്തിൽ ആർ വസിക്കുമെന്നും മാത്രമല്ല നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കുമെന്നും 1ാമത്തെ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുവാൻ തക്കവണ്ണം ആരാണ് യോഗ്യൻ? അപ്പോൾ ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ദാവീദ് ഉദ്ദേശിക്കുന്നത് അത് ഭൂമിയിലുള്ളതായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സമാഗമന കൂടാരത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ സമാഗമന കൂടാരത്തിൽ ആർ പാർക്കും, ആർ വസിക്കും എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായും സമാഗമന കൂടാരം എന്ന് പറയുന്നത് അത് നമ്മുടെ അരുമരക്ഷകനായ കർത്താവ് യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. ആ സമാഗമന കൂടാരത്തിൽ ഉള്ളതായ സകല കാര്യങ്ങളും അതിലുള്ളതായ ഓരോ വസ്തുവകകളും തന്നെ എന്താണ്? അത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ടതായ യാഗമാവുന്ന ആ യാഗം തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കൂടാരത്തിൽ വസിക്കാൻ യോഗ്യനായിരിക്കുന്നവൻ ആരാകുന്നു? അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എന്നാൽ ആൽബർട്ട് ബാൻസ് എന്നുള്ള വ്യക്തി പറഞ്ഞത് ഇങ്ങനെ പറയുന്നു: കർത്താവ് യേശു ക്രിസ്തുവിനോട് ജീവിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്നവർ കർത്താവ് യേശുവിൻ്റെ സ്വഭാവമുള്ളവരും അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടി ചേർന്ന് നിൽക്കുന്നവരും എന്ത് ചെയ്യും? കർത്താവിൻ്റെ കൂടാരത്തിൽ, അല്ലെങ്കിൽ യഹോവയുടെ കൂടാരത്തിൽ വസിക്കുവാൻ ഇടയായി തീരുമെന്ന് ആൽബർട്ട് ബാൻസ് എന്ന് പറയുന്നതായ ഒരു വ്യക്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവർ, കർത്താവിൻ്റെ സ്വഭാവത്തോട് ചേർന്ന് വരുന്നവർ, അങ്ങനെയുള്ളവരും എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുവാടേ തീരും. തീർച്ചയായും ദാവീദ് പാടുമ്പോൾ തന്നെയും ദാവീദ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അവൻ ധ്യാനിക്കുന്ന വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതിയതും ദാവീദ് തന്നെയാവും നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ദാവീദ് പറയുകയാണ്, ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ, വിശുദ്ധ കൂടാരത്തിൽ, അല്ലെങ്കിൽ യഹോവയുടെ കൂടാരത്തിൽ ആരാണ് വസിക്കുന്നത്? അങ്ങനെ വസിക്കാൻ യോഗ്യതയുള്ളവൻ ആരാണ്? അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാണ്. അത് യേശു ക്രിസ്തുവിനോട് ചേർന്ന് വരുന്നവർ, അവൻ്റെ കൽപ്പന പ്രമാണം അനുസരിച്ച് കർത്താവിൻ്റെ സ്വഭാവത്തോട് ചേർന്ന് വരുന്നതായ വ്യക്തികൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഭക്തന്മാർ എന്ത് ചെയ്യും? അവർ കർത്താവിൻ്റെ കൂടാരത്തിൽ അവർ വസിക്കുവാടേ തീരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത് പിന്നെ കാണുന്നത് നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുവാൻ യോഗ്യതയുള്ളവർ എങ്ങനെയുള്ളവരാണ്? കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കാൻ യോഗ്യത ഉള്ളവർ എങ്ങനെയുള്ളവരെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് യെശയ്യാപ്രവചന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാപ്രവചന പുസ്തകം അതിൻ്റെ 33-ാം അധ്യായത്തിൽ
അതിൻ്റെ 14 താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എപ്രകാരം യോഗ്യത ഉള്ളവരാണ് കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കുന്നതെന്ന് അവിടെ വ്യക്തമായി യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഇങ്ങനെ വായിക്കും, നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും. നമ്മിൽ ആരാണ് ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുക്കൽ പാർക്കുവാൻ കഴിവുള്ളവൻ? അവിടെ വേറെ വചനം പറയുകയാണ്, നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും. നമ്മിൽ ആര് നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും? നീതിയായി നടന്ന് നേർപ്പറകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടുകയില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. വിശാലമായൊരു ദേശം നീ എന്ത് കാണുവാനിടയായിത്തീരുമെന്ന് യശയ്യാവിൻ്റെ പുസ്തകത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളതായ, ദൈവത്തിന് ഇഷ്ടമുള്ളതായ കാര്യം ചെയ്യുന്നവൻ, ദൈവത്തിന് ദോഷകരമായി, ദൈവത്തിൻ്റെ പ്രമാണത്തിന് വിരുദ്ധമായി, ദൈവ സ്വഭാവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ആരും തന്നെ ദൈവത്തിൻ്റെ കൂടാരത്തിൽ അല്ലെങ്കിൽ യഹോവയുടെ കൂടാരത്തിൽ വസിക്കുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ ആരാണ്? അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരാണ്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവർ, ദൈവത്തോട് ചേർന്ന് വരുന്നവർ, ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർ എന്ത് ചെയ്യും? അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ കാണുവാനേ തീരും. മാത്രമല്ല അവരെന്ത് ചെയ്യും? മനോഹരമായ ഒരു ദേശം അവർ കാണുവാനേ തീരും. അവർ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ ദർശിക്കുവാനിടയായി തീരുമെന്ന് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല യഹോവയുടെ പർവ്വതത്തിൽ വസിക്കുന്നവർ എങ്ങനെയുള്ളവരാണെന്ന് വളരെ വ്യക്തതന്നെ യശയ്യാന്റെ പുസ്തകത്തിൽ തന്നെ രേഖപ്പെട്ടിട്ടുണ്ട്. യശയ്യാപ്രവാചകന്റെ പുസ്തകം നമ്മൾ അതിൻ്റെ 56-ാം അധ്യായങ്ങൾ വായിക്കുമ്പോൾ, അതിൻ്റെ 6 തൊട്ട് വായിക്കുമ്പോൾ യശയ്യാപ്രവാചകന്റെ പുസ്തകം 56:6 പറയുകയാണ്, യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണം? യഹോവയുടെ വിശുദ്ധ ശബ്ദത്തിനെ അതിനെ എന്ത് ചെയ്യണം? അതിനെ ബഹുമാനിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ കൊണ്ട് വന്ന് ഞാൻ അവരെ സന്തോഷിപ്പിക്കുമെന്ന് അവിടെ യശയ്യാപ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായത്തിൻ്റെ 56-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ട യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നതൊക്കെയും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാർത്ഥത്തിൽ അവരെ ഞാൻ സന്തോഷിപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ പ്രവേശിക്കാൻ ഒരു യോഗ്യത എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ കൽപ്പനയുടെ 4-ാം കൽപ്പന ശബ്ദ കൽപ്പനയുടെ ആചരിക്കുമ്പോഴാണ് അന്യജാതിക്കാരായിട്ടുള്ളവരും അന്യജാതിക്കാരും സകല ജാതിക്കാരും എന്താണ്? അവർ ദൈവത്തിൻ്റെ വിശുദ്ധ ശബ്ദം കൂടെ ആചരിക്കുമ്പോഴാണ്, വിശുദ്ധ ശബ്ദം ആചരിക്കുന്നതിലൂടെയാണ് സൃഷ്ടികർത്താവ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സൃഷ്ടികർത്താവ് ആരാകുന്നു വെളിപ്പെടുത്തുന്നതായ ഒരു ഏകകൽപ്പനയാണ് ശബ്ദ കൽപ്പന എന്ന് പറയുന്നത്. ശബ്ദത്തിലാണ് യഹോവയായ ദൈവമാണ് സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, സൃഷ്ടികർത്താവ്, ആരാധനയ്ക്ക് യോഗ്യനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു വാക്യമാണ്, ഒരു കൽപ്പനയാണ് ശബ്ദ കൽപ്പന എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ നീതിമാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു നീതിമാനായ മനുഷ്യൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിവുള്ളതല്ല, അല്ലേ? നീതിമാൻ എന്ന് പറയുമ്പോൾ ഇതര സഭകളിലും ഇതര സമുദായങ്ങളിലും അനേക നീതിമാന്മാരെ കാണുവാൻ കഴിയും. ക്രിസ്തീയ വിശ്വാസികളെ അല്ലെങ്കിൽ ദൈവഭക്തന്മാരെ പോലെ ജീവിക്കുന്ന അനേകരെ നമുക്ക് അന്യമതസ്ഥരിൽ കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു നീതിമാനായിരുന്നത് മാത്രമല്ല കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കുകയാണ് തീർന്നത്, അല്ലെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത് ഒരു നീതിമാനായിരുന്നത് മാത്രമല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനയാകുന്ന 4-ാം കൽപ്പന ശബ്ദ കൽപ്പന അല്ലെങ്കിൽ സൃഷ്ടിതാവ് കർത്താവിനെ സ്മരിക്കുന്നതായ ഓർമ്മപ്പെടുത്തുന്നതായ സൃഷ്ടിതാവ് കർത്താവാണ്, യഹോവ ദൈവമാണ്, ആരാധനയ്ക്ക് യോഗ്യനെന്ന് വെളിപ്പെടുത്തുന്നതായ ഒരു കൽപ്പനയാണ് ശബ്ദ കൽപ്പന. ആ ശബ്ദ കൽപ്പനയുടെ അനുസരിക്കുമ്പോഴാണ് നാം കർത്താവിൻ്റെ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ പ്രവേശിക്കുവാണ് ചെയ്യുന്നത്. അവിടെ വേദപുസ്തകത്തിനകത്ത് യശയ്യാപ്രവാചകനിലൂടെ യഹോവ ദൈവം പറയുകയാണ് എങ്ങനെയുള്ളവരാണ് അവിടെ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അന്യജാതിക്കാരെ അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബ്ദത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് ചെയ്യുന്നതൊക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ എന്ത് ചെയ്യും?
സന്തോഷിപ്പിക്കുവാനിടയെ തീരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുന്നവൻ എങ്ങനെയുള്ളവരാണ്? ഒന്ന്, അവൻ അന്യായം ചെയ്യാതെ, അവന് എന്താണ്, ദൈവത്തിന് വിരുദ്ധമായ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായ ദോഷപ്രവൃത്തി ചെയ്യാതെ, അവൻ ന്യായം ചെയ്യുന്നവൻ, നീതി പ്രവർത്തിക്കുന്നവൻ, അങ്ങനെയുള്ളവൻ എന്ത് ചെയ്യും? കർത്താവിൻ്റെ കൂടെ വസിക്കുവാൻ, അവൻ കർത്താവിൻ്റെ സൗന്ദര്യം ദർശിക്കുവാനിടയെ തീരും. അവനെന്ത് ചെയ്യും? അവൻ കാണാത്ത ദേശം എന്ത് ചെയ്യും? കാണുവാനിടയെ തീരും. അവൻ അടുത്തുകൂടെ വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ എന്ത് വസിക്കും? ആ ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്ന കർത്താവിൻ്റെ കൂടെ എന്ത് ചെയ്യും? അവൻ വസിക്കുവാനിടയെ തീരും. രണ്ടാമത്, അവൻ എന്ത് ചെയ്യും? വിശുദ്ധ പർവ്വതത്തിൽ പ്രവേശിക്കുന്നവർ ദൈവത്തിൻ്റെ 10 പ്രമാണത്തിൽ 4 കൽപ്പനയാകുന്ന ഏറെ വിശുദ്ധീകരിച്ചിരിക്കുന്നതുമായ കൽപ്പനയാകുന്ന 4 കൽപ്പന അനുസരിക്കുന്നതിലൂടെ അവനെന്ത് ചെയ്യും? വിശുദ്ധ പർവ്വതത്തിൽ പ്രവേശിക്കുമെന്ന് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും രണ്ടാമത്തെ വാക്യം പറഞ്ഞത്, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നതിനെന്ത് ചെയ്യും? അവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീരും, അവിടെ പ്രവേശിക്കുകയാണെങ്കിൽ തീരും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുന്നവരായിരിക്കണം. മാത്രമല്ല, അവൻ എന്ത് ചെയ്യണം? അവൻ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നതിനായി തീരണം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സത്യവാനാണ്. അവൻ വഴിയും സത്യം ജീവനുമാണ്. കർത്താവിന് നാവിൽ നിന്ന് ഒരു കള്ളം പോലും, തെറ്റായ വാക്ക് പോലും ഉണ്ടായിട്ടില്ല. ഒരു തെറ്റായ വാക്ക് കർത്താവ് യേശുക്രിസ്തുവിന് ഉണ്ടായിട്ടില്ല. ഇതൊരു മശിക സങ്കീർത്തനമാണ്. ഇത് കർത്താവിനെ പ്രകീർത്തിക്കുന്നതായ, കർത്താവിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നതായ ഒരു സങ്കീർത്തനം കൂടിയാണ്. ഇവിടെ പറയുകയാണ്, ഹൃദയപൂർവ്വം നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. അതുകൊണ്ടാണ് എഴുത്തുകാരൻ അങ്ങനെ പറഞ്ഞത്. കർത്താവിന് ചേർന്ന് വരുന്നതായ ഭക്തന്മാർ എന്ത് ചെയ്യും? കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കുവാനേ തീരും. കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്തു? അവൻ്റെ വായിൽ അവൻ നിഷ്കളങ്കനായി ജീവിച്ച് മാത്രമല്ല, അവൻ്റെ വായിൽ നിന്ന് സത്യം മാത്രമാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, അബ്രഹാമിനെ വിളിക്കുമ്പോൾ 17:1 വായിക്കുമ്പോൾ, അവിടെ അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാം വിളിക്കും ഇപ്രകാരമാണ്, നീ എന്ത് ചെയ്യണം? നീ എന്നെ വിളിച്ചപ്പം നീ നിഷ്കളങ്കനായി നടന്ന്, എൻ്റെ വഴിയിൽ നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണമെന്ന് അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നതായി കാണാൻ സാധിക്കും. അബ്രഹാം ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് അനുസരിച്ച് അവൻ്റെ വഴിയിൽ നടന്ന് എന്ത് ചെയ്തു? നിഷ്കളങ്കനായി ജീവിക്കാൻ വേണ്ടി തീർന്നുവെന്ന് നമുക്ക് കാണുവാം. നിഷ്കളങ്കനായി ജീവിച്ച വ്യക്തിയാണ് നീതിമാനായ ഇയ്യോബിനെക്കുറിച്ച് നമുക്ക് കാണുവാം. ഇയ്യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്തോ? അവൻ്റെ വാക്കുകൊണ്ട് പോലും അവൻ ദൈവത്തെ ദുഷിക്കോടെ എത്തുന്നില്ല. അവൻ്റെ കഷ്ടനും പ്രയാസങ്ങളിലും അവൻ്റെ മൃഗസമ്പത്തുകളൊക്കെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ട് രോഗിയായി കഴിയുന്ന അനുഭവത്തിൽ അവരുടെ പ്രാണൻ എന്താണ്? നഷ്ടപ്പെട്ടു പോകുമെന്നതായ അവരുടെ ഭാര്യ പോലും അവനെ തള്ളിപ്പറഞ്ഞ അനുഭവത്തിൽ അവിടെ ഇയ്യോബ് അവന് നാവിൽ നിന്ന് ഒരു കുരള പോലും പറയാതെ എന്ത് ചെയ്തു? അവൻ ദൈവസനെ നീതിമാനായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും നമ്മൾ കാണുന്നത്, കൂട്ടുകാരന് അപമാനം വരുത്താതെയും മാത്രമല്ല ആ നാവ് കൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ ഇരിക്കുന്നവൻ, കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവരാണ് ആ ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുന്നത്. നമ്മൾ 1 ശമൂവേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ, ദാവീദിൻ്റെ കൂട്ടുകാരനായ യോനാഥാൻ, അവർ രണ്ടും നമുക്കറിയാം. യോനാഥാൻ ശൗൽ രാജാവിൻ്റെ മകനാണ് യോനാഥാൻ. ദാവീദ് ചെറുപ്പമാണ്. ദാവീദും യോനാഥാനും എന്ത് ചെയ്തു? അവർ വളരെ സ്നേഹിതരായി കഴിയുന്നതായ സമയമാണ്. അവിടെ നമ്മൾ 1 ശമൂവേൽ അതിൻ്റെ 18-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥൻ അവനെ സ്വന്തം പ്രാണനെപ്പോലെ സ്നേഹിച്ച് ശൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ട് അവനെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പിന്നെ അനുവദിച്ചുമില്ല. യോനാഥൻ ദാവീദിനെ സ്വന്തം പ്രാണനെപ്പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടുകാരന് നേരെ കുരുള പറയാതെയും, എന്താണ്, നാവ് കൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെ ഇരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുവാനായി തീരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ പ്രവേശിക്കാനായി തീരുന്നത്. അപ്രകാരമുള്ളവരാണ്. ആരാണ് നിൻ്റെ കൂട്ടുകാരൻ? നമുക്കിഷ്ടമുള്ള സ്വഭാവമുള്ളവനല്ല, നമുക്കിഷ്ടമുള്ളതായ ജോലിയുള്ളവനല്ല, നമുക്കിഷ്ടമുള്ള ഭവനത്തിൽ പാർക്കുന്നവനല്ല, നമ്മുടെ ഇഷ്ടം പോലെ പ്രവൃത്തി ചെയ്യുന്നവനല്ല നമ്മുടെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ അയൽക്കാരനാണ്. നമ്മുടെ കൂട്ടുകാരൻ. വേദപുസ്തകം പറയാണ്, നിൻ്റെ 10 കൽപ്പന ഏറ്റവും വലിയ കൽപ്പന എന്ന് ചോദിക്കും. 2 കൽപ്പന കർത്താവ് യേശു പറയുന്നത്, നിൻ്റെ കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നവൻ. അത് ഏറ്റവും വലിയ കൽപ്പന. ഇവിടെ വെളിപ്പാട് ദിവസം ഇവിടെ സങ്കീർത്തനം പറയുകയാണ്. അതുകൊണ്ട്
നാവ് കൊണ്ട് കുള്ള പറയാതെയും തൻ്റെ കൂട്ടുകാരൻ ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതിരിക്കുന്നവൻ ഇവിടെ യോനാഥനെ പോലെയും ദാവീദിനെ പോലെയും യോനാഥൻ ആരാണ്? രാജാവിൻ്റെ മകനാണ്. അവന് സമ്പത്തുണ്ട്, സമൃദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അവിടെ ദാവീദിനെ എന്ത് ചെയ്തു? അവനെ സ്വന്തം പ്രാണനെ പോലെ അവൻ സ്നേഹിക്കുക മാത്രമല്ല, അവനുമായിട്ടൊരു സഖ്യത ചെയ്യാനേ തീർന്നു. നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ പ്രാണനെ പോലെ സ്നേഹിക്കുവാൻ, പ്രാണം പോലും കൊടുക്കുവാൻ തയ്യാറാകുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് വേണ്ടി പ്രാണനെ കൊടുത്ത കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാണൻ തന്നതായ, നമ്മുടെ പാപ സ്വഭാവത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ, നമ്മുടെ പാപ സ്വഭാവത്തിന് വേണ്ടി നമ്മെ വീണ്ടെടുക്കുവാൻ തക്ക സ്വന്തം രക്തം തന്നതായ കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ പ്രാണം കൊടുക്കുവാൻ തീർന്നതായ, നമുക്ക് വേണ്ടി പ്രാണം പോലും തരാൻ തയ്യാറാകുന്നവരാണ് നമ്മുടെ കൂട്ടുകാരൻ എന്ന് കാണുവാൻ കഴിയും. ശൗലിൻ്റെ മകനായ യോനാഥൻ എന്ത് ചെയ്തു? ദാവീദിന് വേണ്ടി അവൻ്റെ പ്രാണം കൊടുക്കാൻ പോലും അവൻ തയ്യാറാകാൻ തീർന്നു. അതാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അങ്ങനെയുള്ളവൻ എങ്ങനെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ആ കൂട്ടുകാരൻ്റെ നാവ് കൊണ്ട് കുള്ള പറയാതെ ഇരിക്കുന്നവൻ, ഇങ്ങനെയുള്ളവൻ എന്ത് ചെയ്യും? അവൻ ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കോടെ തീരുമാനം രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല പിന്നെ പറഞ്ഞത്, വഷളിനെ നിന്ദ്യനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർ എന്ത് ചെയ്യും? അവർ ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കും. യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർ. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്, ഇന്ന് ക്രിസ്തീയ ജീവിതത്തിലും ക്രിസ്തീയ ഭവനങ്ങളിലും ക്രിസ്തീയ തലമുറകളൊക്കെ എന്താണ്? ഭക്തന്മാരെ ബഹുമാനിക്കാത്ത തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുഞ്ഞു കുട്ടികൾ അവരെ ഭക്തന്മാരെ ബഹുമാനിക്കാൻ പോലും പഠിപ്പിക്കാത്ത മാതാപിതാക്കൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ പള്ളിയിലെ വലിയ ഭക്തന്മാരും പ്രാർത്ഥനക്കാരും പാട്ടുകാരും ഒക്കെ ആകാം, പള്ളിയിലെ വലിയ സ്ഥാനം വഹിക്കുന്നവരൊക്കെ ആകാം. എന്നാൽ കുഞ്ഞുങ്ങളെ യഹോഭക്തന്മാരെ ബഹുമാനിക്കാനുള്ളതായ, അവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാത്തതായ ഒരു രീതിയിലാണ് നമ്മുടെ ആത്മീയ ലോകം കടന്നു വരുന്നത്. നമുക്ക് അബ്രഹാം എന്ത് ചെയ്തു? ആ ദൈവദൂതന്മാരെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവൻ എന്ത് ചെയ്തു? കുനിഞ്ഞ് അവൻ്റെ മുട്ടുവരെ കുനിഞ്ഞെന്ത് ചെയ്തു? അവരെ ബഹുമാനിക്കും വണങ്ങുവാണേ തീർന്നു. മാത്രമല്ല അവരെ ഏറ്റവും വലിയ കാളായി കൊണ്ടുവന്ന് അതിനെ അറുത്ത് മാവ് കൊണ്ട് അപ്പമുണ്ടാക്കി ആ ദൂതന്മാരോട് പറയുകയാണ്, ഞങ്ങൾ ഈ അപ്പമുണ്ടാക്കി ഞങ്ങൾക്ക് തന്ന് നിങ്ങളുടെ വിശപ്പടക്കുവാൻ തക്ക ഇടയായിത്തീരണം, അതിനായിട്ടല്ലോ നിങ്ങളെ എൻ്റെ അടുത്ത് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദൂതന്മാരെ ബഹുമാനിച്ചവനായ അബ്രഹാമിനെ പോലെ അബ്രഹാം എന്ത് ചെയ്തു? സ്വർഗത്തിലെ ദൂതന്മാർ അറിയാതെ അവരെ സൽക്കരിച്ചുവെന്നാണ് അവിടെ എബ്രായരുടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്രകാരം ഭക്തന്മാരെ ബഹുമാനിക്കുന്നവർ യഹോഭക്തന്മാരെ പരിഹസിക്കാതെയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നതായ ഭക്തന്മാർ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുവാൻ ഇടയായിത്തീരുമെന്ന് ഇവിടെ രേഖപ്പെടുത്തി. മാത്രമല്ല സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവനായിരിക്കണം. യോശുവയുടെ പുസ്തകം വായിക്കും. യോശുവ പറയുകയാണ്, നിങ്ങളെല്ലാം മാറിപ്പോയാലും, നിങ്ങൾ അന്യ ദൈവത്തെ പോയി സേവിച്ചാലും ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുവാനേ തീരും. യോശുവയ്ക്ക് അറിയാം, തൻ്റെ പിതാക്കന്മാർ ആരാധിച്ച ദൈവം, തൻ്റെ പിതാക്കന്മാർ ഇടപെട്ട ദൈവം, തൻ്റെ പിതാക്കന്മാർ കണ്ട ദൈവം, അവരുടെ കൂടെ വസിച്ച ദൈവം, അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടതായ ആ ദൈവത്തെക്കുറിച്ച് യോശുവയ്ക്കറിയാം. യോശുവ പറയുകയാണ്, ആരെല്ലാം വിട്ടു മാറിപ്പോയാലും ശരി, നിങ്ങൾ അന്യ ദൈവത്തെ പോയി ആരാധിച്ചാലും ശരി, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ എന്ത് ചെയ്യുകയില്ല, ഞങ്ങൾ യഹോവയെ സേവിക്കുവാനേ തീരും. സത്യം ചെയ്തിട്ടും മാറാത്തവനാണ് യഹോവയുടെ കൂടാരത്തിൽ വസിക്കുവാനായി തീരുന്നത്. വീണ്ടും നമുക്ക് വായിക്കുമ്പോൾ പറയാണ്, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തതിന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ എന്ന് അവിടെ 5-ാമത്തെ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേ? 5-ാമത്തെ വാക്യം പറയാണ്, കുറ്റമില്ലാത്തതിന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും ഇരിക്കുന്നവൻ, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ, അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുവാനേ തീരുന്നത്. നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രഥമ ശിഷ്യനായിരുന്ന യൂദ 30 വെള്ളിക്കാശിന് വേണ്ടി എന്ത് ചെയ്തു? കുറ്റമില്ലാത്തവനെ അവൻ എന്ത് ചെയ്തു? ഒറ്റ കൊടുക്കുവാനേ തീർന്നു. കുറ്റമില്ലാത്ത ഒറ്റ കൊടുത്ത് 5 കോടതികൾ വിസ്തരിച്ചിട്ടും അവിടെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരൊക്കെ അവന് കുറ്റം ആരോപിച്ച്, എങ്കിലും കർത്താവ് യേശു ക്രിസ്തു 5 കോടതികൾ വിസ്തരിക്കുവാനേ തീർന്നു. 5 കോടതികൾ യേശു ക്രിസ്തുവിൽ കുറ്റം കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവനെ ഒറ്റിക്കൊടുത്തവനായ യൂദ 30 വെള്ളിക്കാശിന് വേണ്ടി എന്ത് ചെയ്തു? കുറ്റമില്ലാത്തവൻ ഒറ്റിക്കൊടുത്തവനായ യൂദയെ പോലെ ആയിരിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, മെശിഹാ സങ്കീർത്തനമാണ്, ഒരു മെശിഹാ സങ്കീർത്തനമാണ്. കുറ്റമില്ലാത്തവർ ഒറ്റിക്കൊടുത്ത യൂദയെ പോലെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തത്? കുറ്റമില്ലാത്തവർ ഒറ്റിക്കൊടുക്കുവാനേ തീരുന്നത്. കുറ്റമില്ലാത്തവനെ ഒറ്റ കൊടുക്കുന്നവർ ഒരിക്കലും എന്ത് ചെയ്യില്ല,
അവൻ ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുവാടേത്തിയില്ല. പിന്നെ എങ്ങനെയുള്ളവരാണ്? മാത്രമല്ല, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ ഇരിക്കുന്നവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ ഇരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുന്നുവെന്ന് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവേ ദിവസം തിരുവഴുത്തിൽ പഠിക്കുമ്പോൾ സുവിശേഷം കാണുന്നതായ ഒരു സക്കായി എന്ന മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ പലിശയ്ക്ക്, അവൻ്റെ പണം പലിശയ്ക്ക്, അവൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. മാത്രമല്ല, കൊള്ള പലിശ വാങ്ങിക്കൊണ്ട് ദ്രവ്യം സമ്പാദിക്കുന്നത്, പണം സമ്പാദിക്കുന്നതായ ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനാണ് സക്കായി എന്ന് പറഞ്ഞ മനുഷ്യൻ. എന്നാൽ അവിടെ എന്താ സംഭവിച്ചത്? സക്കായി എന്ന മനുഷ്യനിലേക്ക് കർത്താവ് യേശു ക്രിസ്തു ഇറങ്ങി വരുവാടേ തീർന്നു. അവിടെ കാണുന്നത് സ്വർഗസ്ഥനായിരിക്കുന്നവൻ, അല്ലെങ്കിൽ ഉന്നത പദവിയിൽ അലങ്കരിച്ചതായ ദൈവത്തോട് സമത്വമുള്ളവനായ കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു? ആ മനുഷ്യനെ പോലെ സക്കായിയെ പോലെ ആയിത്തീരുവാടേ തീർന്നു. അവൻ മനുഷ്യനായി തീരുവാടേ തീർന്നു. മനുഷ്യനായി സ്വർഗീയ പദവി ഒഴിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് യേശുവിനെ സക്കായി ഉയരത്തിൽ നിന്ന് വീക്ഷിക്കുകയാണ്. സക്കടി യേശു പറയുകയാണ്, സക്കായിയെ നീ ഇറങ്ങി വരിക, നീ ഇറങ്ങി വരേണ്ട ആവശ്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ വലിയൊരു ഇറക്കം ആവശ്യമാണ്. നിന്റെ ഭാരങ്ങളെ നീ ഇറക്കി വെക്കണം, നിന്റെ ചിന്തകളെ നീ ഇറക്കി വെക്കുവാടേ തീരണം. നീ കാണിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നീ സൃഷ്ടിച്ചിരിക്കുന്നതായ ദോഷപ്രവൃത്തികൾക്ക് എന്ത് ചെയ്യണം? നീ ഇറക്കി വെക്കുവാടേ തീരണം. സക്കായിയെപ്പോലെ നാം എന്ത് ചെയ്യണം? നമ്മുടെ ദോഷപ്രവൃത്തികളെ, കൊള്ള പലിശയ്ക്ക് പണം കൊടുക്കുന്ന രീതികളും, പണം സമ്പാദിക്കുന്നതായ രീതികളും, കുറ്റകരമായ രീതിയിലുള്ളതായ പണസമ്പാദനവും ദ്രവ്യ സമ്പാദനവും ഒക്കെ എന്ത് ചെയ്യണം? നമ്മളത് ഇറക്കി വെക്കുവാടേ തീരണം. സക്കായി എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ദൈവത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ട മാത്രൽ യേശുവിനോട് പറയുക, സക്കായ നീ ഇറങ്ങി വരിക. നമുക്ക് ഒരു ഇറക്കം ആവശ്യമാണ്. ഉയരത്തിൽ വസിച്ചവൻ താഴെ ഇറങ്ങി വന്നെങ്കിൽ നമുക്കും ഒരു ഇറക്കം ആവശ്യമാണ്. സക്കായി യേശു പറഞ്ഞു, നീ ഇറങ്ങി വരിക, നീ ഇറങ്ങി വരിക. ഇറങ്ങി വന്ന സക്കായി എന്ത് ചെയ്തു? അവൻ ബന്ധപ്പെട്ട് ഇറങ്ങുവാടേ തീർന്നു. സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങിയ സമയത്ത് അവന് ചിന്തകളുടെ അനേക കാര്യങ്ങൾ കടന്നുപോയി. യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം ഉണ്ടാകേ തീർന്നു. യേശു അവൻ്റെ വീട്ടിൽ പാർത്ത സമയത്ത് സക്കായി പറയുകയാണ്, ഞാൻ വാങ്ങിയ എല്ലാ കൊള്ള പൈസയും ദ്രവ്യമൊക്കെ എന്ത് ചെയ്യാം? ഞാൻ പാവങ്ങളോട് വാങ്ങിയതെല്ലാം ഞാനത് 4 ഇരട്ടിയായി എന്ത് ചെയ്യും? അത് തിരികെ കൊടുക്കോടെ തീരുമെന്ന് സക്കായി പറയുകയാണ്. സക്കായിയെപ്പോലെയുള്ള ഒരു മനുഷ്യനായി തീരുവാൻ നമ്മൾ ഒരു കാലത്ത് ദൈവത്തെ അറിയാത്തവരായിരുന്നു. ഒരു കാലത്ത് നമ്മൾ ദൈവത്തെ ഭയമില്ലാത്തവരാണ്. നമ്മൾ പല രീതിയിൽ പണമുണ്ടാക്കുന്നവരായിരുന്നാൽ സക്കായി അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശുവിൻ്റെ ഭവനത്തിൽ കടന്നു വന്നപ്പം അവൻ പറയുകയാണ്, ഞാൻ വാങ്ങിയ 4 ഇരട്ടിയായി എന്ത് ചെയ്യും? ഞാൻ തിരികെ കൊടുക്കും. കർത്താവ് പറയുകയാണ്, ഇവനും അബ്രഹാമിൻ്റെ മകനായിരിക്കിയാൽ ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നമ്മൾ സക്കായിയെപ്പോലെ ആയിരിക്കണം. സക്കായിയെപ്പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് രൂപാന്തരം വരുവാണേ തീരണം. സക്കായിപ്പോലുള്ള മനുഷ്യരാണ് തൻ്റെ പലിശയ്ക്ക്, തൻ്റെ ദൈവം പലിശയ്ക്ക് കൊടുക്കാൻ തയ്യാറാകാത്തതായ, ഞാൻ കൊടുത്തിരുന്നു എന്നാൽ അത് ഞാൻ തിരികെ എന്ത് ചെയ്യും? തിരികെ കൊടുക്കുമെന്ന് മനസ്സുള്ളവൻ, അങ്ങനെ ഉറപ്പുള്ളവൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നവരാണ് കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കുവാടേ തീരുന്നത്. അതുകൊണ്ട് എങ്ങനെ പറയാം? 5 വാക്യങ്ങളും പറയുകയാണ്, ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ് കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കുന്നത്, യഹോവയുടെ പർവ്വതത്തിൽ വസിക്കുന്നത് ഇപ്രകാരമുള്ളവരാണ്. ഇങ്ങനെ നീതിപ്രവൃത്തി ചെയ്യുന്നവൻ, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവൻ, യഹോവയെ ദൈവത്തിൻ്റെ വിശുദ്ധ ശബ്ദം ആചരിക്കുന്നവൻ യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുവാടേ തീരും. ഇങ്ങനെ ചെയ്യുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് 6-ാമത്തെ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനോട് നമ്മൾ ജീവിക്കാൻ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ദൈവം ഇവിടെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതായ സ്വഭാവ ഗുണവിശേഷങ്ങളുള്ളവരാണ് കർത്താവിൻ്റെ കൂടത്തിൽ വസിക്കുവാടേ തീരുന്നത് എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വചനങ്ങൾ ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയും മാത്രമല്ല, അത് വളരെ ധ്യാനിക്കുവാനും നമ്മെ ദൈവം കൂടുതലായി ഇടപെടത്തിൽ അതിലൂടെ നമുക്ക് വലിയ രൂപാന്തരം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുമാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ പ്രബോധനത്തെ ഞാൻ ഇന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.